മ്യൂസിയമൊക്കെ കണ്ട് അങ്ങനെ പോകുമ്പോൾ എൻ്റെ കസിൻ പറഞ്ഞു ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ അമ്പലം കൂടി കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഈ ചുട്ട് പൊള്ളുന്ന വെയിൽ ഈ അമ്പലത്തിലോട്ടായിട്ടോ ഞങ്ങളുടെ അടുത്ത യാത്ര. ഒരുപാട് നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലം ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. മൈസൂർ വന്നിട്ട് ഇതേവരെ ഈ ഒരു അമ്പലത്തിൽ ഞാൻ പോയിട്ടില്ല. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടെങ്കിലും അകത്ത് കയറിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു കൂളായിരുന്നു. എല്ലാം കല്ലുകൊണ്ടും മണ്ണ് കൊണ്ടും കേട്ടോ ഇവിടുത്തെ വിഗ്രഹങ്ങളാണെങ്കിലും ടൈലുകളാണെങ്കിലും എല്ലാം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ആരെയും മോഹിപ്പിക്കും. ഒന്ന് നോക്കിക്കേ, എന്തൊരു ഭംഗിയിലാണ് അവർ ഈ ഇൻറ്റീരിയറൊക്കെ ഡിസൈൻ ചെയ്തതെന്ന്. ഈ അമ്പലത്തിനൊരു ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. സോമനാഥപുരം എന്നാണ് ഈ അമ്പലത്തിനെ മെയിനായിട്ട് അറിയപ്പെടുന്നത്. കല്ലിൽ ഈ കൊത്തിവെച്ച ഈ വർക്കുകളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഈ തമിഴ്നാട്, ആന്ധ്ര അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോഴാണ് ഇതുപോലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ അമ്പലങ്ങൾ കുറവാണ്. ഇവിടെ വിഗ്രഹാരാധനയൊക്കെ ഉണ്ട്. ഒരുപാട് ദൈവങ്ങളെയൊക്കെ ഇവിടെ ഓരോരോ കൂടാരത്തിലാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം, ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാം. ഡ്രസ് കോഡുകളോ അങ്ങനെയൊന്നുമില്ല. കുളിച്ചിട്ട് വരണമെന്നും പോലും നിർബന്ധമില്ല. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കിയിട്ടാണ് ഇവർ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. അമ്പലം ഏറ്റവും ഭംഗി പുറത്തുനിന്ന് കാണാനാണ് കേട്ടോ. Actually, Brahma, what you call Chaturmukha Brahma, he has 4 heads. 3 are here, behind also one. What you call Chaturmukha Brahma. പണ്ട് കാലത്തുള്ള ശില്പികളൊക്കെ എത്ര ടാലൻറ്റഡ് അല്ലേ. ഇത്രയൊക്കെ വരച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര കഴിവുള്ളവരായിരിക്കും അവരൊക്കെ.